ഇന്ന് വടക്കൻ ജില്ലകളിലെ പോളിംഗ് നടക്കുകയാണ്. തൃശ്ശൂർ മുതൽക്ക് കാസർഗോഡ് വരെയുള്ള ജില്ലകൾ ഇന്നാണ് വിധി എഴുതുന്നത്. ത്രിതല പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും അതുപോലെ കോർപ്പറേഷനുകളിലേക്കും. ആര് ജയിക്കും ആര് തോൽക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്രഡിക്ഷൻ നടത്തിയാൽ യാതൊരു അർത്ഥവുമില്ല. 2 ദിവസം കഴിഞ്ഞ് നമുക്കിതെല്ലാവർക്കും അറിയാൻ പറ്റും. ഞാനിവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച്. ഇത് പറയുമ്പോൾ ഞാനൊരു സ്വജനപക്ഷപാതം കാണിക്കുകയാണ് എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. സത്യം പറഞ്ഞ് ഈ നേതാവിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുമുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ ആദ്യമേ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. എൻ്റെ അഭിപ്രായങ്ങൾക്ക് ഈ സ്നേഹവും ആദരവും ഒരു പരിധി വരെ കാരണമായേക്കാം എന്ന് ഞാൻ ഏറ്റു പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഭാവിയിൽ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചാൽ. ഈ നേതാവ് മറ്റാരുമല്ല, ഡോക്ടർ MK മുനീറാണ്. അദ്ദേഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിഭയാനകമായ ഹൃദയാഘാതമുണ്ടായി മരണത്തിൻ്റെ പടിവാതിൽ വരെ പോയി തിരിച്ചു വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ പഴയ മുഖശോഭയൊന്നുമില്ല. എന്നാലും ഡോക്ടർ മുനീർ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖം നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി നിൽക്കുന്നുണ്ട്. ഇടതുപക്ഷക്കാരും BJPക്കാരും വളരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ ഐക്യജനാധിപത്യ മുന്നണി ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപോൽപ്പന്നമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് ഉണ്ടാക്കിയ അവസരവാദപരമായ കൂട്ടുകെട്ടാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രഖ്യാപിത ശത്രുവായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയോട് അതികഠിനമായ വിയോജിപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എന്ന് വെച്ച് ഇവർ തമ്മിൽ ഏത് കാലത്തും വിരോധികളായിരുന്നു എന്നോ എതിരാളികളായിരുന്നു എന്നൊന്നും പറഞ്ഞതിൽ അർത്ഥമില്ല. മുസ്ലിം ലീഗുകാരെ ഇടയ്ക്ക് ഇങ്ങനെ ചില കന്നന്തിരിവുകൾ കാണിക്കും. ഒരു സമയത്ത് SDPIയുമായിട്ടും ഇവർക്ക് സഖ്യമുണ്ട്. 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ അധ്യാപകൻ്റെ കൈവെട്ടിയ സംഭവം ഉണ്ടായത്. അതിനെ തുടർന്ന് SDPIയെ മുസ്ലിം ലീഗ് മൊഴിയില്ല. പിന്നീട് അവരെ അടുപ്പിച്ചിട്ടില്ല. കാരണം ഈ തീവ്രവാദ സംഘടനയുമായിട്ട് കൂട്ടുചേരുന്നത് മുസ്ലിം ലീഗിൻ്റെ സൽപ്പേരിന് ദോഷമാകും എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അന്ന് കോട്ടക്കൽ വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിലേക്ക് 2 സംഘടനകളെ വിളിച്ചില്ല. ഒന്ന് SDPI അഥവാ പോപ്പുലർ ഫ്രണ്ട് വിളിച്ചില്ല, 2 ജമാഅത്തെ ഇസ്ലാമിയെ വിളിച്ചില്ല. എന്താ ജമാഅത്തെ ഇസ്ലാമിയെ വിളിക്കാഞ്ഞതെന്ന് വെച്ചാൽ SDPI ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ പവർ ഹൗസാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നാണ് ഈ മൗലികവാദവും തീവ്രവാദവും പൊട്ടിപ്പുറപ്പെട്ടത്. ഇക്കാര്യം ഒരു പക്ഷേ ഇത് കാണുന്ന നേർബുദ്ധികളായ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും മുസ്ലിം ലീഗുകാർക്ക് എല്ലാവർക്കും അറിയാം എവിടെ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്ഭവം, എവിടെ നിന്നാണ് SDPIയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉത്ഭവം എന്നവർക്കറിയാം. ഇത് രണ്ടും മതമൗലികവാദത്തിലും മതരാഷ്ട്രവാദത്തിലും മത തീവ്രവാദത്തിലും അധിഷ്ഠിതമായ സംഘടനകളാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അവർ നേരിട്ട് വയലൻസിന് പോയില്ല. SDPIക്കാർ താരതമ്യേന പൊട്ടന്മാരായതുകൊണ്ട് ആദ്യത്തെ അവസരത്തിൽ തന്നെ അവർ വെട്ടുകത്തി, വടിവാൾ, പേനാക്കത്തിയൊക്കെ എടുത്ത് ജിഹാദിന് പോകും. ഇതേ വ്യത്യാസം ഞാൻ പറയാൻ വന്നത്. ഇതറിയാവുന്നതുകൊണ്ട് തന്നെ അന്ന് ഈ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയും നാട് നീളെ നടന്ന് വിമർശിച്ച 2 പേരാണ്. ഒന്ന് KM ഷാജിയും, മറ്റത് ഡോക്ടർ MK മുനീർ. MK മുനീർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഈ വിപത്തിനെതിരായിട്ട് വലിയ ഉദ്ഘോഷണങ്ങൾ നടത്തി. അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സൽപ്പേര് കളങ്കം കൂടാതെ നിലനിന്നു. ഇപ്പോൾ കാലം മാറി. മുസ്ലിം ലീഗ് 2 തെരഞ്ഞെടുപ്പുള്ള തുടർച്ചയായിട്ട് തോറ്റു. വേണമെങ്കിൽ 3ാമത് ഒന്നുകൂടി തോക്കാം എന്ന അവസ്ഥയിൽ നിൽക്കുക. അപ്പം അങ്ങനെ ഒരു വിപത്ത് ഒഴിവാക്കാനായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണം എന്ന് പാണക്കാട് തങ്ങൾക്കും തോന്നി, പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയ്ക്കും തോന്നി. മുമ്പ് തന്നെ ഈ തീവ്രവാദത്തോട് ആനുകൂല്യമുള്ള കുറച്ച് പേരെങ്കിലും മുസ്ലിം ലീഗിലുണ്ട്. തീവ്രവാദികളെ ഒളിഞ്ഞ് തെളിഞ്ഞും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നേതാവിൻ്റെ പേര് ഞാൻ പറയും. അത് ET മുഹമ്മദ് ബഷീർ എന്നാണ്. അദ്ദേഹം ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേ തീവ്രവാദത്തോട് പുള്ളിക്ക് മൃദു സമീപനമാണ് ഉള്ളത്. ഈ 2009 ഞാൻ നേരത്തെ പറഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മുടെ തിരൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം ഉദ്ദേശിച്ചത് MK മുനീറിനെ. അന്ന് പോപ്പുലർ ഫ്രണ്ടുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇദ്ദേഹത്തിൻ്റെ പേര് വീറ്റോ ചെയ്തു. ഇയാളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പറ്റില്ല, ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുഹമ്മദ് ബഷീറിനെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നത്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഡോക്ടർ മുനീർ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ ഒട്ടും തയ്യാറില്ല എന്നാണ് മാതൃഭൂമി കൊടുത്ത ഇൻ്റർവ്യൂ കൊണ്ട് അദ്ദേഹം തെളിയിച്ചത്. അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേരുന്നത് മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യത്തിന് യോജിച്ചല്ല.
ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന മതേതര സങ്കല്പത്തിന് ഒരു തരത്തിലും ഭൂഷണമല്ല. ഇത് മുസ്ലിം ലീഗിൻ്റെ ആദർശത്തോടും അത് മുന്നോട്ട് വയ്ക്കുന്ന ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തോടും ഒരു വിധത്തിലും പൊരുത്തപ്പെടുന്നതല്ല. ഇത് മതമൗലികവാദ സംഘടനയാണ്, മതരാഷ്ട്രവാദ സംഘടനയാണ്. അവരുമായിട്ട് കൂട്ടിച്ചേരുന്നത് ഒരു കാരണവശാലും നമുക്ക് അഭികാമ്യമല്ല എന്നാണ്. ഇന്നത്തെ ദിവസം ഇത് തുറന്നു പറയാൻ ധൈര്യമുള്ള ഒരു ലീഗ് നേതാവേ ഉള്ളൂ. അത് സാക്ഷാൽ MK മുനീറാണ്. മുസ്ലിം സമുദായത്തിനകത്ത് മറ്റു പലരും പറയുന്നുണ്ട്. ഇപ്പോൾ SYSൻ്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ പ്രസ്താവന കണ്ടു. EK സമസ്തയിലും AP സമസ്തയിലുമുള്ള പല പണ്ഡിതന്മാരും ഇതേ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. AP സമസ്തക്കാരുടെ മുഖപത്രമായിട്ടുള്ള സിറാജിൽ മാളിയക്കൽ സുലൈമാൻ സഖാഫി അതിഗംഭീരമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. മതമൗലികതകളുമായിട്ട് കൂട്ടിച്ചേരുന്നത് ലീഗിൻ്റെ താല്പര്യത്തിനും ഗുണകരമല്ല, മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യത്തിനും ഗുണകരമല്ല. ഇത് മുസ്ലിം സമുദായത്തെ അന്യ സമുദായക്കാരുടെ ഇടയിൽ പൊതുസമൂഹത്തിൽ അന്യവൽക്കരിക്കുന്നതിനും അപരവൽക്കരിക്കുന്നതിനും മാത്രമേ സഹായിക്കുകയുള്ളൂ. RSSനെ എതിർക്കുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയെയും എതിർക്കപ്പെടേണ്ട ഒരു സംഘടനയാണ് എന്നാണ്. അപ്പോൾ ഇത് പറയാൻ ധൈര്യവും ആർജവവും കാണിച്ച ഒരു നേതാവാണ് ഡോക്ടർ MK മുനീർ. അപ്പോൾ അദ്ദേഹം പണ്ട് നിന്ന അതേ നിലപാട് നിറയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഷാജിയുടെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല, ഷാജിയുടെ അഭിപ്രായമൊന്നും കഴിഞ്ഞ ദിവസം കേട്ടില്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇത് അവസാനിപ്പിക്കാൻ. ഈ ഡോക്ടർ MK മുനീർ കോഴിക്കോട് സൗത്തിൽ മത്സരിക്കുമ്പോൾ, അത് കഴിഞ്ഞ് കൊടുവള്ളിയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഏറ്റവും ഊർജിതമായിട്ട് പ്രവർത്തിച്ച ഒരു കൂട്ടർ ഉണ്ടെങ്കിൽ അത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരും അവരുടെ താളത്തിന് തുള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരും. ഇവരൊക്കെ എത്ര എതിർത്താലും മുനീറിനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത്രയും ആരുറപ്പുള്ള ആർജവമുള്ള നിലപാടുള്ളതുകൊണ്ടും പിന്നെ അദ്ദേഹം CH മുഹമ്മദ് കോയയുടെ മകനായതുകൊണ്ടുമാണ്. അപ്പോൾ അവർക്ക് ഇനി ഈ ശ്രമം ഇനിയും തുടരാം. ഇപ്പോൾ മുനീറിൻ്റെ അഭിപ്രായം കേട്ടിട്ട് ചില ലീഗാരെങ്കിലുമൊക്കെ മുഖശോഭയ്ക്കും മംഗലുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരും ഇത് പറയുമ്പോൾ അണപ്പല്ല് കടിക്കുന്നുണ്ട്. പക്ഷേ ഈ വോട്ടിൻ്റെ 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അവരുടെ വിഷമത്തിന് നല്ല കുറവുണ്ടാവും, അവരുടെ കൃമികടിക്ക് ശമനമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും സത്യം തുറന്നു പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ MK മുനീറിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരികയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.